ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച് പോയത്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് തായ്വാനിലാണ്. എനിക്കൊരു ഇൻ്റർനാഷണൽ ഇൻറ്റേൺഷിപ്പ് കിട്ടി. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഒരു 3 months ഉള്ളൊരു കോഴ്സാണ്. ഞാൻ ഇവിടുത്തെ നാഷണൽ യാങ്മിങ് ചിയാത്തങ് യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്. അപ്പം നമുക്ക് ഷോർട്ടാക്കി NYCU എന്ന് പറയാം. അതിൻ്റെ ഡോമിലാണ് ഞാനിപ്പോൾ. ഇതാണ് എൻ്റെ റൂം ടൂറൊക്കെ ഞാൻ വഴിയെ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ എയർപോർട്ടിലെത്തി. 12:20 AM എൻ്റെ ഫ്ലൈറ്റ്. മലേഷ്യൻ എയർലൈൻസ് ആണ്. ഞാൻ ഇവിടെ എത്തിയതൊരു 10 o'clock ആയപ്പോഴാണ്. അപ്പോൾ ഞാൻ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അതുപോലെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിപ്പോൾ ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ടിക്കറ്റ്, ദിസ് ഇസ് മൈ പാസ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള എൻട്രി ബോർഡിങ് നടക്കുകയാണ്. അപ്പോൾ അധികം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്നത് ഫ്ലൈറ്റിനകത്തേക്കാണ്. ഓക്കെ, ആക്ച്വലി നല്ല ക്രൗഡഡ് ആയിരുന്നു, ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഇതിന് സീറ്റ് കണ്ടുപിടിക്കുന്ന ചടങ്ങാണ്. കുറച്ച് തപ്പി ആൻഡ് ഫൈനലി ഐ ഫൗണ്ട് മൈ സീറ്റ് ആൻഡ് വി സെറ്റിൽ ഡൗൺ. എല്ലാ ഫ്ലൈറ്റ്സിലും ഉള്ളതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. അങ്ങനെ മഴയൊക്കെ പെയ്ത് ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞ് ഒരു 30 minutes കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ ഡിന്നർ മീൽ സെർവ് ചെയ്തു. ആക്ച്വലി അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഡിന്നർ ഇൻക്ലൂഡഡ് ആണെന്ന്. ഇതൊരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് മീലായിരുന്നു. ഇതൊരു സ്വീറ്റ്, അതിൻ്റെ കൂടെ കുറച്ച് ചാട്ട് മസാലയുടെ ഒക്കെ എഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഗുലാബ് ജാമുൻ ആയിരുന്നു. പിന്നെ ഒരു ക്യൂട്ട് കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വാട്ടർ ബോട്ടിൽ, അതുപോലെ സോൾട്ടഡ് പീനട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു റൈസ് ബൗൾ, ഞാൻ നോൺ വെജ് ആണ് സെലക്ട് ചെയ്തത്. പിന്നെ വുഡൻ നൈഫ്, ഫോർക്ക് ആൻഡ് സ്പൂൺ ഉണ്ടായിരുന്നു. റൈസ് ബൗൾ വാസ് നൈസ് ആക്ച്വലി. റൈസ് ഉണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്കയുടെ എന്തോ ഒരു തോരൻ പോലത്തെ ഒരു സാധനമായിരുന്നു. പിന്നെന്താ ചിക്കൻ്റെ ഒരു, ഐ തിങ്ക് ഇറ്റ്സ് ചിക്കൻ കോഫ്ത, ഐ എം നോട്ട് ഷുവർ, ബട്ട് അതും നൈസായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവാണ്. ദ നെക്സ്റ്റ് ഡേ നമ്മൾ കോലാലംപൂർ ആയിരിക്കും, ഇൻ മലേഷ്യ. ഫൈനലി നമ്മൾ മലേഷ്യ എത്തി. നല്ലൊരു വ്യൂ ആയിരുന്നു നമുക്ക് ആ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റിയത്. ഭയങ്കര ഒരു ഹെവൻലി ഫീലായിരുന്നു ആക്ച്വലി. എയർപോർട്ടും നമ്മുടെ ഫ്ലൈറ്റ് അറൈവ് ചെയ്ത സ്ഥലവും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതൊരു നല്ല വ്യൂ ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ടണൽ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു, ബട്ട് നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി. അവിടെ ഫോട്ടോസൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടൈപ്പേക്കുള്ള ഫ്ലൈറ്റ് മലേഷ്യ എയർലൈൻസ് തന്നെയാണ്. സെയിം ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 hours ആയിരുന്നു ലേ ഓവർ. പക്ഷേ അത് പെട്ടെന്ന് പോയി, ഒന്നും ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി അവിടെ കാണാനായിട്ട്. കുറേ ബ്രാൻഡ്സിൻ്റെ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. എന്നിട്ട് നമ്മൾ സെക്യൂരിറ്റി ചെക്കിനും ഇമിഗ്രേഷനും ഒക്കെ വേണ്ടിയിട്ട് പോവുകയായിരുന്നു.
അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ പോയി വെയിറ്റ് ചെയ്യായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഫ്ലൈറ്റിലെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം ആയിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.